ഹായ് എവരി വൺ, ഞാൻ മൈക്രോസോഫ്റ്റ് എക്സൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ടൈപ്പ് അടിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ എക്സൽ ടൈപ്പൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ബോർഡർ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഓൾ ബോർഡർ നമുക്ക് ലൈനായിട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾ ബോർഡർ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ അതിനെ കുറച്ച് ബോൾഡ് ചെയ്യും നമ്മൾ, പിന്നെ അതിനെ ഇറ്റാലിക് ചെയ്യും, അണ്ടർലൈൻ ചെയ്യും, സൈസൊക്കെ കുറച്ചുകൂടെ കൂട്ടും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പതിവ്. പിന്നെ നമ്മൾ ഇനി നമ്മൾ എൻട്രി ചെയ്യുവാണെങ്കിൽ, കുറച്ചുകൂടെ എൻട്രി ചെയ്യണമെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബോൾഡ് ചെയ്യും, ബോർഡർ ചെയ്യും. അങ്ങനെ നമ്മൾ എന്തടിച്ചാലും നമുക്ക് പിന്നെ അതിനെ ഫോർമാറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ പതിവ്. പക്ഷേ നമുക്കിപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ബോർഡറൊക്കെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ രണ്ടെണ്ണം അടിച്ചു കൊടുത്തു, ഇവിടെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബോർഡർ വന്നു. 3 അടിച്ചു കൊടുത്തു, അതിന് ബോർഡർ വന്നു. ഇങ്ങനെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് വർക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് ടൈപ്പ് അടിക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ നമ്മൾ ടൈപ്പ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഫോർമാറ്റൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ ടൈപ്പ് അടിക്കുമ്പോൾ തന്നെ നമുക്കിപ്പം ഞാൻ 6 ഒന്ന് അടിച്ചു കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡർ വരുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ TV അടിച്ചു കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബോൾഡ് ചെയ്തു. ഇപ്പോൾ 5 അടിച്ചു. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് എൻട്രി ചെയ്തു. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോർഡർ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യമായിട്ടൊരു ഹെഡിങ് നമ്മളിവിടെ ടൈപ്പ് അടിച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, എത്ര ഭാഗമാണോ നമുക്ക് ആ ഒരു ഫോർമാറ്റിങ് വേണ്ടത് അവിടെ വരെ ഞാനിപ്പോൾ ഇവിടെ വരെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്ക് മൊത്തത്തിലാണ് വേണമെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ഇത്ര ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ഫോർമാറ്റിംഗ് കണ്ടില്ലേ, ഈ ഹോമിൽ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുക്കുക. നമ്മളിവിടെ ഒന്ന് എടുത്തു, ഇവിടെ ന്യൂ റൂള് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഫോർമാറ്റ് വാല്യൂ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഫസ്റ്റ് സെല്ല് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക. ഐറ്റം കോഡ് എന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തിട്ട് 2 ടൈംസ് നമ്മൾ F4 പ്രസ് ചെയ്യണം. 1 2. എന്തിനാണ് 2 ടൈംസ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കോളത്തെയാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യേണ്ടത്. അതിനാണ് ഈ ഡോളർ സിമ്പൽ ഈ ഫസ്റ്റ് മാത്രം മതി. ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്തെടുക്കണം, ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യണം. ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടാണ് നമ്മുടെ ഈ ഫോർമാറ്റ് സെല്ലെല്ലാം കിടക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് ബോർഡർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ബോർഡർ എടുക്കുക. ഏത് ബോർഡറാണ്, ഔട്ട്സൈഡ് ബോർഡർ എടുത്തു. അതിന് കളർ വേണമെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് വേണമെങ്കിൽ കളർ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ട് കളർ എടുത്തു. അപ്പോൾ ആ ബോർഡറിന് നമുക്ക് കളർ ചെയ്തിട്ട് കണ്ടോ, പിന്നെ കളർ ചെയ്തു. പിന്നെ നമുക്ക് ഫോണ്ടിലെ നമുക്ക് വേണമെങ്കിൽ ബോൾഡാക്കി അതിന് ഏതൊക്കെ ഫോണ്ടാണ് ചെയ്യേണ്ടത്. അതിന് ഏതെങ്കിലും ഫില്ല് കളർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഫില്ലിൻ്റെ കളർ ചെയ്യാം. ഇങ്ങനെയുള്ള ഈ ഫോർമാറ്റുകളെല്ലാം നമുക്കതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ ഓക്കെ എന്ന് പറയുക. എന്നിട്ട് ഇവിടെ ഓക്കെ പറ. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഒന്ന് പ്രസ് ചെയ്യാണ്. 1 എന്നൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ടാബ് സൈസ് ഒന്ന് കൂട്ടി കാണിച്ചു തരാം. ഒന്ന് പ്രസ് ചെയ്തു, ഞാൻ ടാബിൽ പ്രസ് ചെയ്തു കണ്ടോ 1. ഇനി അടുത്ത് ഞാനിവിടെ 2 എന്നൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 2 പ്രസ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഇപ്പം TV ടൈപ്പ് അടിക്കണം കണ്ടോ. TV ക്വാണ്ടിറ്റി ഞാൻ 2 അടിച്ചു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഉണ്ടോ, എന്നിട്ട് എൻ്റർ അടിച്ചു. ഇനി അടുത്തത് ഞാനിവിടെ പ്രിൻ്റർ ടൈപ്പ് അടിച്ചു.
ഐറ്റം കോഡ് 1 ആണ് അടിച്ചേക്കുന്നത്. ഞാനിവിടെ അടിച്ചു. പിന്നെ ഞാൻ ടാബിൽ പ്രസ് ചെയ്യാം. ടാബിൽ പ്രസ് ചെയ്തിട്ട് ഈ ത്രീ വന്നല്ലോ, 3യുടെ അവിടെ വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത്. ഇപ്പോൾ ഇത് 4ൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനെ സെല്ലിനെ കളർ ചെയ്യാം. കളർ ചെയ്യണമായിരുന്നെങ്കിലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ പിന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. ഇവിടെ ഫോർമാറ്റ് എടുക്കുക. പിന്നെ നമ്മൾ എഡിറ്റ് റൂൾസ് എന്നുള്ള എടുക്കണം. എഡിറ്റ് റൂൾസ് എടുത്തിട്ട് പിന്നെ നമ്മളിവിടെ ഇത് കണ്ടില്ലേ, ദിസ് വർക്ക്ഷീറ്റ് എന്നുള്ള എടുത്തിട്ട് ഇവിടെ നമ്മൾ എഡിറ്റ് റൂൾസ് എടുക്കുക. എഡിറ്റ് റൂൾസ് എടുത്തിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫോർമാറ്റ് എന്നുള്ള എടുത്തിട്ട് കളർ ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ ഫോണ്ട് എടുത്തിട്ട് ഇവിടെ കളർ ചെയ്യണമായിരുന്നു. കളർ ഇവിടെ കളർ എടുത്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓക്കെ നമ്മളിവിടെ അപ്ലൈ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പം ഒരെണ്ണം കൂടെ കളർ ചെയ്തിട്ടായിരുന്നു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കളർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുപോലെ ബോർഡറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് ഇതുപോലെ കുറേ ടൈപ്പ് അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ബോർഡർ സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മുടെ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടെക്നിക്കായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.